നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികളോടെ നടത്തി. ഉമ്മൻചാണ്ടി കോളനിയിലും അനുസ്മരണം നടന്നു. അർക്കുളം പഞ്ചായത്തിലെ 6ാം വാർഡ് ജലന്ധറിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനാധിപത്യ സഖ്യ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. UDF കൺവെൻഷൻ UDF ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മകളും കരുതലും എന്ന പേരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. തൊടുപുഴ അർബൻ ബാങ്കിലെ CPM അഴിമതികൾക്കെതിരെ മുട്ടം അർബൻ ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ UDF മുട്ടം ഇടവെട്ടി മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ധർണ നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ മാതാവ് പൈങ്ങോട്ടൂർ ഏനാനിക്കൽ അഡ്വക്കേറ്റ് AM കുര്യാക്കോസിന്റെ ഭാര്യ റോസമ്മ നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച. വാർത്തകൾ വിശദമായി. ഇടുക്കി DCCയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ രാജീവ് ഭവനിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, മുസ്ലിം ലീഗ് നേതാവ് PM അബ്ബാസ്, CMP സംസ്ഥാന സെക്രട്ടറി സുരേഷ് ബാബു, റോയ് K പൗലോസ്, MK പുരുഷോത്തമൻ, നിഷ സോമൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ഒരു കാര്യം പറയാതെ പോയാൽ അതൊരു വലിയ തെറ്റായി. നമ്മുടെ ജില്ലയോട് ഏറ്റവും കൂടുതൽ കരുതൽ കാണിച്ച നമ്മുടെ ജില്ലയിലെ പ്രശ്നങ്ങൾ അത് ക്ഷമയോടെ കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ ആരെക്കാൾ മുൻനിൽക്കുകയും ചെയ്ത ശ്രീ ഉമ്മൻചാണ്ടിയോടുള്ള നമ്മളുടെ കടപ്പാട് അത് വാക്കുകൾക്ക് അതീതം. നമുക്ക് എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ പോലെ ആകാൻ കഴിയും. അത് അസാധ്യമായ കാര്യം. പക്ഷെ എല്ലാവരും ഉമ്മൻചാണ്ടിയെ പോലെ ഒന്ന് ആകാൻ ശ്രമിച്ചാൽ ഈ നാട് നന്നാവും. അതാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികളും പുഷ്പാഞ്ജലികളും അർപ്പിച്ചു. ഔപചാരികയുടെ പേരിൽ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും നേരിട്ട് ബന്ധമുള്ള ഈ യോഗത്തിരിക്കുന്നവരിൽ ആർക്കും ഉമ്മൻചാണ്ടിയെ നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നെനിക്ക്. അത്രമാത്രം മനുഷ്യബന്ധം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയെടുത്ത മറ്റൊരാളുണ്ടാവില്ല. ശ്രീ ഉമ്മൻചാണ്ടിക്ക് പകരം വയ്ക്കാൻ ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ. 53 വർഷക്കാലം തുടർച്ചയായി ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും MLA ആയി കടന്നുപോകാൻ ജനങ്ങൾ അനുവദിക്കുകയും ചെയ്തത് ശ്രീ ഉമ്മൻചാണ്ടി മാത്രമാണ്. ചരിത്രത്തിന് താളുകളിൽ രേഖപ്പെടുത്തുകയാണ്. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. പുതുപ്പള്ളിക്കാർക്കും കോട്ടയംകാർക്കും മാത്രമല്ല, ഇടുക്കിയിലെ ഉമ്മൻചാണ്ടി കോളനി നിവാസികൾക്കും ഉമ്മൻചാണ്ടിയുടെ നിര്യാണം തീരാ ദുഃഖമാണ്. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സംസ്ഥാനത്തെ ഏക പട്ടികവർഗ കോളനിയാണ് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മഴുവടി ഉമ്മൻചാണ്ടി കോളനി. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയെ പിതാവിനു തുല്യം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് കഞ്ഞിക്കുഴി മഴുവടി പട്ടികവർഗ കോളനിയിലുള്ളത്. 4.5 പതിറ്റാണ്ടിന് മുൻപ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വീടും കുടിയും സ്ഥാപിച്ച് ഭൂമിക്ക് പട്ടയവും ഏർപ്പെടുത്തി കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്. അന്നു മുതൽ മഴുവടി കോളനിക്ക് ഉമ്മൻചാണ്ടി കോളനി എന്ന പേരും വന്നു. തങ്ങളുടെ നേതാവ് ചരമം പ്രാപിച്ച് 1 വർഷം പിന്നിടുമ്പോഴും ഉമ്മൻചാണ്ടി മരണമടഞ്ഞതായി ഇപ്പോഴും ഇവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. 1976 പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മഴുവടിയിൽ ഭൂമിയും വീടും അനുവദിച്ചത്. അക്കാര്യത്തിന് അന്ന് നേതൃത്വം നൽകിയത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു. ഇതേ തുടർന്നാണ് കോളനിക്ക് ഉമ്മൻചാണ്ടി കോളനി എന്ന പേര് വീണത്.
എന്നാൽ ഇന്ന് കോളനികളുടെ പേര് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഇവർക്ക് അംഗീകരിക്കാനാവില്ല. ഇതിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കരിമൺ ദിവസമാണെങ്കിലും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ രാമനാഥൻ ചേട്ടനാണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര ആളുകൾ ഇപ്പോൾ ഇല്ല എന്നതിൽ. ഈ ഭൂമി ഉണ്ടാക്കി തന്ന ആളുകൾ ആരും തന്നെ 3 പേരും പോയി. അപ്പം അന്നത്തെ പേര് ആ പേര് ആര് പറഞ്ഞാലും മനസ്സിലാക്കണം. നമ്മുടെ കഷ്ടവും ബുദ്ധിമുട്ടും ഒക്കെ സാറിനോട് പറഞ്ഞാൽ അതും പരിഹാരപ്പെട്ടായിരിക്കും. ആശുപത്രി കേസാണെങ്കിലും മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാർ അടുത്തല്ലേ. പിന്നെ കേസ് മാറ്റിയൂടെ വന്നെത്തിയെന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും പരിഹാരം കാണും. ചികിത്സ കൊണ്ടാണേലും ഒരുപാട് ആളുകൾക്ക് ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് റോഡില്ലായിരുന്നു ഇവിടെ. നടന്നൊക്കെ ആ കാലങ്ങളിലൊക്കെ ഞങ്ങൾ നടന്നൊക്കെ കഞ്ഞിക്കുഴി അരി സാധനങ്ങൾ മേടിച്ച ഒരു കാലങ്ങളുണ്ടായിരുന്നു. കരണ്ടാണേലും ഇല്ലാതെ കരണ്ടാൾക്കിനകത്ത് കിട്ടി. അത് കഴിഞ്ഞ് റോഡ് കിട്ടി, വീടുകൾ കിട്ടി. ഈ കമ്മിറ്റികൾ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആനുകൂല്യം ചെയ്തിട്ടുണ്ട്. ആ പുള്ളിയെ പെട്ടെന്ന് മറക്കണമെന്ന് പറഞ്ഞാൽ അത് മറക്കണം. ഇനി ഒരാൾ വരണമെങ്കിൽ വരാൻ പോകത്തോന്നില്ല. അങ്ങനെ ഒരാൾ അത്രയ്ക്ക് ഇവിടുത്തെ രക്ഷമാണ് ഒരാൾക്കല്ല എല്ലാവർക്കും. പിന്നെ അതിലിപ്പോൾ ചെറുന്ന ആൾക്കാർ തന്നെ ഉള്ളവരുണ്ട്. ഇതിനും പല ഉണ്ടല്ലോ ഈ രാഷ്ട്രീയപരമായിട്ട്. അങ്ങനെ കുറേ ആൾക്കാർ കിട്ടും. തങ്ങളുടെ നേതാവിന്റെ മരണം മടുവടി കോളനിക്കാർക്ക് എക്കാലവും താങ്ങാൻ കഴിയാത്ത ആഘാതമാണ് സൃഷ്ടിച്ചത്. ഇന്ന് പുതുപ്പള്ളിയിൽ നടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ചടങ്ങിൽ പങ്കെടുക്കാനായി കോളനി നിവാസികൾ നേരത്തെ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അറക്കുളം ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് UDF സ്ഥാനാർത്ഥി അലക്സ് എബ്രഹാമിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ UDF ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ജോയി തോമസ്, DCC സെക്രട്ടറി ചാർലി ആന്റണി, UDF നിയോജക മണ്ഡലം ചെയർമാൻ MK പുരുഷോത്തമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, ആസ്കോ ബാങ്ക് ചെയർമാൻ ഇമാനുവൽ ചെറുവള്ളാത്ത്, ജിഫി അഞ്ചാനി, AD മാത്യു, MV കണ്ണൻ, സ്ഥാനാർത്ഥി അലക്സ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെയൊരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഉടലെടുത്തത്. പക്ഷെ നമുക്ക് അനിവാര്യമായി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പാവപ്പെട്ട ദുർബല ജനവിഭാഗം, കഷ്ടപ്പെടുന്ന ജനവിഭാഗം, മണ്ണിൽ പണിയെടുക്കുന്ന ജനവിഭാഗം ഒരു പരിധിവരെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തെ പൂർണ്ണമായി എതിർക്കുകയാണ്, അതിനോട് നിരാകരിക്കുകയാണ്. ഈ ഭരണം അവസാനിച്ചു കാണണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ജനവിഭാഗമാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തെ സബലീകരിക്കുന്ന ഉത്തരവാദിത്വം, അത് സബലീകരിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ മുന്നണിയുമായി ബന്ധപ്പെട്ട UDF മുന്നണിയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. നേതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ ആഗ്രഹത്തെ സബലീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ, കുറ്റകരമായ അവസ്ഥ കാണിച്ചാൽ, പ്രവർത്തന രംഗത്തെ ഇതികർത്തവ്യതായി മാറി നിന്ന് കഴിഞ്ഞാൽ ജനം ഒരിക്കലും ക്ഷമിക്കുകയില്ല, ജനം ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അറിഞ്ഞ് കണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായാണ് ഞാൻ നിൽക്കുന്നത്. നേതാക്കന്മാർ പറഞ്ഞതുപോലെ സ്കൂളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു വിശ്രമ ജീവിതത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മുടെ അറക്കുളം പഞ്ചായത്തിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ എന്നാൽ കഴിയുന്ന സേവനം ചെയ്യാൻ ഞാൻ എപ്പോഴും സന്നദ്ധനായിരുന്നു. അറക്കുളം പഞ്ചായത്തിലെ 6ാം വാർഡ് ജലന്ധറിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനാധിപത്യ സഖ്യ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. BJP അറക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KS അജി മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥി ഉത്രാടം കണ്ണൻ, വിവിധ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേന്ദ്രത്തിൽ 3ാം വട്ടം മോദിയും 20% വോട്ടും 1 സീറ്റും 2 മന്ത്രിമാർ കേരളത്തിനും ലഭിച്ചത് കേരള രാഷ്ട്രീയത്തിൽ വരുംകാലം BJPക്കാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ടെന്ന് മുൻ MLAയും BJP നേതാവുമായ PC ജോർജ് പറഞ്ഞു.
സാധാരണ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അവയ്ക്ക് പരിഹാരങ്ങൾ കാണുകയും സേവന പ്രവർത്തനത്തിലൂടെ നാടിന്റെ പ്രതീക്ഷയായി മാറിയ യുവ സ്ഥാനാർത്ഥി ഉത്രാടം കണ്ണന്റെ വിജയം സുനിശ്ചിതമെന്നും അതിനായി എല്ലാവരും സജീവമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. യാതൊരു സംശയം വേണ്ട, വലിയ ശക്തിയോടുകൂടി BJP ഇന്ത്യയിൽ തിരികെ വരുന്നതിൽ ഒരു സംശയമാകും വേണ്ട. BJP എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് വിഷമമായിരുന്നു. ഇപ്പൊ വിഷമമൊക്കെ മാറിയിട്ട് എനിക്ക് തോന്നുന്നു മാറി വരുന്നു, നല്ല മാറി. ഇപ്പൊ പറയുന്നത് എന്താ, കഴിഞ്ഞ 300 സീറ്റ് ഉണ്ടായിരുന്നു, ഇത്ര 120 സീറ്റ് കൊടുത്താണ്. അതാണ് വലിയ പരാജയം എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ LDFും UDFും മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് എല്ലാ നീർക്കോലും ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ഒരു കാരണവശാലും BJP എത്തിച്ചേരാൻ ഉദ്ദേശം. പക്ഷെ മാറ്റം വന്നിരിക്കുന്നതല്ല. ഇപ്പോൾ BJP കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ജയിക്കാനും രാജ്യം ഭരിക്കാനും രാജ്യത്തിന് നേതൃത്വം കൊടുക്കാനും വേണ്ടിയാണ് എന്ന് നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണം എന്നതാണ് എന്റെ ആദ്യത്തെ അപേക്ഷ. അർക്കുളം പഞ്ചായത്തിലെ 6ാം വാർഡ് ജലന്ധറിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനായി നടത്തിയ ജനാധിപത്യ സഖ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP അർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് KS അജി മുഖ്യപ്രഭാഷണം നടത്തി. BJP തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് S ശ്രീകാന്ത്, ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, BDJS ജില്ലാ സെക്രട്ടറി TK ബിനോജ്, BJP ജില്ലാ സെക്രട്ടറി PV സൗമ്യ, മുൻ ജലന്ധർ വാർഡ് മെമ്പർ രമ രാജീവ്, തൊടുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിബു ജേക്കബ്, PG രാജശേഖരൻ, MG ഗോപാലകൃഷ്ണൻ, KP മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ PA വേലുക്കുട്ടൻ സ്വാഗതവും സ്ഥാനാർത്ഥി വിനീഷ് വിജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ സമ്മേളനവും വിശിഷ്ട വ്യക്തികൾക്ക് ആദരവും ഒരുക്കി. തൊടുപുഴ MLA PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വസ്ത്രവ്യാപാര മേഖലയിൽ 100 സംവത്സരങ്ങൾ പൂർത്തീകരിച്ച പുളിമൂട്ടിൽ ഗ്രൂപ്പ് ഉടമ ഔസേഫ് ജോൺ പുളിമൂട്ടിലിനെ ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ KTG ഇടുക്കി ജില്ലാ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്വീകരണവും നൽകി. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ സമ്മേളനവും വിശിഷ്ട വ്യക്തികൾക്ക് ആദരവും ഒരുക്കി. തൊടുപുഴ MLA PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നമുക്കറിയാം, വ്യാപാര രംഗത്ത് നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള ടൗണുകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ തൊടുപുഴയിൽ ഈ രംഗത്ത് കൂടുതൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. കൂടുതൽ കസ്റ്റമേഴ്സ് ഇവിടെയുണ്ട് എന്നുള്ള സംശയം. അപ്പം അതിനെല്ലാം ശക്തമായി അരങ്ങത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ ചുരുക്കുന്നു. ഈ അവസരത്തിൽ ശ്രീ ഔസേഫ് ജോൺ പുളിമൂട്ടി ജോൺ ചേട്ടൻ എത്രയോ കൊല്ലങ്ങളായി നമുക്കറിയാം. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്ന ജോൺ ചേട്ടൻ നമ്മൾ ഓർക്കുന്നു. ആ പഴയ കടയുടെ മുന്നിൽ കൂടി കടന്നുപോയാൽ എല്ലാവരെയും അദ്ദേഹം അഭിവാദ്യം ചെയ്യും. അങ്ങനെ എപ്പോഴും സന്തോഷത്തോടുകൂടിയിരിക്കുന്ന ജോൺ ചേട്ടനെ ആദരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് നല്ല ഭാവങ്ങൾ നേരുന്നു. ഈ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ്സ് ഡീലേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. വസ്ത്രവ്യാപാര മേഖലയിൽ 100 സംവത്സരങ്ങൾ പൂർത്തീകരിച്ച പുളിമൂട്ടിൽ ഗ്രൂപ്പ് ഉടമ ഔസേഫ് ജോൺ പുളിമൂട്ടിലിനെ ചടങ്ങിൽ MLA ആദരിച്ചു. പതിറ്റാണ്ടുകളായി തൊടുപുഴയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന PJ ജോസഫ് MLAക്ക് KTGയെ പ്രത്യേക ആദരവൊരുക്കി. KTGയെ ഇടുക്കി ജില്ലാ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുമൻ പാൽക്കോ, ജനറൽ സെക്രട്ടറി അഹമ്മദ് കബീർ സീനാസ്, ട്രഷറർ അനസ് P അസീസ്, വൈസ് പ്രസിഡന്റുമാരായ റെന്നി ആലുങ്കൽ, ഇബ്രാഹിം ഇഞ്ചക്കുടി, അലൻ B നിരവത്ത്, ബിനോയ് ജേക്കബ്, ജോയിന്റ് സെക്രട്ടറിമാരായ സിയാദ് വേഗാസ്, സോബിച്ചൻ വർഗീസ്, സൈജോ ഫിലിപ്പ്, മുരളി മിക്കി ടെക് തുടങ്ങിയവർക്ക് സ്വീകരണവും MG യൂണിവേഴ്സിറ്റി B.Ed പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ബീമ നാസറിന് മൊമന്റോയും നൽകി ആദരിച്ചു.
മേഖലാ പ്രസിഡന്റ് റോബിൻസ് ഹിന്ദുസ്ഥാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ MN ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി നവാബ് ജാൻ മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളം ജില്ലാ പ്രസിഡന്റ് KD ജോൺസൺ വിശിഷ്ട അതിഥിയായിരുന്നു. KTGA അടിമാലി മേഖലാ പ്രസിഡന്റ് സനൂപ് ലിലി, കട്ടപ്പന മേഖലാ പ്രസിഡന്റ് സന്തോഷ് ദേവസ്യ, കുമളി മേഖലാ പ്രസിഡന്റ് TK തോമസ്, തൊടുപുഴ മേഖലാ മുൻ പ്രസിഡന്റ് അബ്ദുൾ ഷെരീഫ് CK, തൊടുപുഴ എക്സിക്യൂട്ടീവ് മെമ്പർ സുനിൽ അഗസ്റ്റിൻ, തൊടുപുഴ മേഖലാ വൈസ് പ്രസിഡന്റുമാരായ മുജീബ് TK, ഫ്രാൻസിസ് രാഗം, സ്റ്റേറ്റ് IT വിംഗ് കൺവീനർ സജിറത്ത് C, തൊടുപുഴ മേഖലാ ജോയിന്റ് സെക്രട്ടറിമാരായ സജി സിറിയക്, റസാഖ് സംസം എന്നിവർ ആശംസ അറിയിച്ചു. വസ്ത്രവ്യാപാര മേഖല നേരിടുന്ന സമകാലീന പ്രതിസന്ധികളെക്കുറിച്ചും MSME നിയമത്തിലെ അപാകതകൾ, ഇതര വിഷയങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. മേഖലാ ജനറൽ സെക്രട്ടറി കബീർ ഷാ, ട്രഷറർ ജോബിൻ റോയ് പുളിമൂട്ടിൽ, അബ്ദുൾ ഷെരീഫ് CK, മുജീബ് തിളക്കം, അഫ്സൽ ബോസ് മെൻസ് ഹബ്ബ്, സജിറത്ത് C, അൻവർ സിയ, നാരായണപിള്ള, ഫ്രാൻസിസ് രാഗം, നസീർ വിസ്മയ, റസാഖ് സംസം, സുനിൽ തെരേസ, സജി സിയോൺ എന്നിവർ നേതൃത്വം നൽകി. തൊടുപുഴ മേഖലയിൽ ഉൾപ്പെടുന്ന വണ്ണപ്പുറം, മുട്ടം, കാഞ്ഞാർ, മൂലമറ്റം, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലെയും വസ്ത്രവ്യാപാരികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൊടുപുഴ മേഖല ജനറൽ സെക്രട്ടറി കബീർ PA സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ട്രഷറർ ജോബിൻ റോയ് പുളിമൂട്ടിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മകളും കരുതലും എന്ന പേരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ നടന്ന ചടങ്ങ് മുൻ DCC പ്രസിഡന്റ് റോയ് K. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. KSU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ PS ചന്ദ്രശേഖരപിള്ള, ചാർലി ആന്റണി, ലീലമ്മ ജോസ്, ജോസ് അഗസ്റ്റിൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഓടയ്ക്കൻ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വേർപാടിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മകളും കരുതലും എന്ന പേരിൽ അനുസ്മരണ സമ്മേളനവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ നടന്ന ചടങ്ങ് മുൻ DCC പ്രസിഡന്റ് റോയ് K. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ജനമനസ്സിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹി നിറഞ്ഞു നിൽക്കുമെന്ന് പ്രസിഡന്റ് റോയ് K. പൗലോസ് പറഞ്ഞു. കേരളത്തിലും നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ ഒരുപാട് ഇത്തരമുള്ള നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഉമ്മൻചാണ്ടി സാറിന് സമാനമായി മറ്റൊരാൾ ഇന്ന് വരെയും നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യമായ വസ്തുത. അദ്ദേഹം മരിച്ചപ്പോഴാണ്, ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവർ, മനസ്സിലാക്കിയവർ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. അദ്ദേഹത്തെ സമീപിച്ച ആളുകൾക്കാർക്കും അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അദ്ദേഹത്തിൽ നിന്ന് കിട്ടാതെ പിരിഞ്ഞു പോകേണ്ടി വന്നിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, ദുഃഖിക്കുന്ന ആളുകളുണ്ട്, ചികിത്സിക്കാൻ മാർഗമില്ലാത്ത ആളുകളുണ്ട്, മറ്റ് പല രീതിയിൽ സാമ്പത്തിക പ്രയാസമുള്ള കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചികിത്സിക്കാനായിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിരിക്കും. അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വന്തം വീട്ടിലെ കാരണവന്മാരോട് പറയുന്നത് പോലെ ചെന്ന് പറഞ്ഞ് പറയുക മാത്രമല്ല, കേൾക്കുക മാത്രമല്ല, ആ കേൾക്കുന്ന കാര്യത്തിന് എങ്ങനെയാണ് തൻ്റെ മുന്നിൽ വരുന്ന സങ്കടം പറയുന്ന ആ ആളിൻ്റെ സങ്കടത്തിന് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക എന്ന് ഇത്ര കൃത്യമായി നമ്മുടെ നാട്ടിലെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ വേറെ ആരും ബോധ്യപ്പെടുത്തി തന്നിട്ടില്ല. KSU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷനായി. DCC ഭാരവാഹികളായ PS ചന്ദ്രശേഖരപിള്ള, ചാർലി ആന്റണി, ലീലമ്മ ജോസ്, ജോസ് അഗസ്റ്റിൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഓടയ്ക്കൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു K. ജോൺ, KSU മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു, കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ്, മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MH സജീവ്, V. സഞ്ജയ് കുമാർ, KSU സംസ്ഥാന കമ്മിറ്റി അംഗം ജോസുകുട്ടി ജോസഫ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാർ സമദ്, ജില്ലാ സെക്രട്ടറി ബിബിൻ അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. നേതാക്കളായ ജോയി കട്ടക്കയം, റഷീദ് കപ്രാട്ടിൽ, OK അഷറഫ്, സജി ചെമ്പകശ്ശേരി, PS ജേക്കബ്, ലത്തീഫ് മുഹമ്മദ്, സാജൻ ചിമ്മിണിക്കാട്ട്, VG സന്തോഷ് കുമാർ, P. പൗലോസ്, ഭാരവാഹികളായ ജേസൺ തോമസ്, ഫസൽ അബ്ബാസ്, ആര്യലക്ഷ്മി R, ജെയിംസ് പോൾ, അഷ്കർ ഷമീർ, റഹ്മാൻ ഷാജി, ബിനീഷ് ബെന്നി, ജോസ്റ്റിൻ തോമസ്, ജെറാൾഡ് ജോർജ്, ഷമൻ P. ജോസഫ്, മുഹമ്മദ് സാബിത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ അർബൻ ബാങ്കിലെ CPM അഴിമതികൾക്കെതിരെ മുട്ടം അർബൻ ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ UDF മുട്ടം ഇടവെട്ടി മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ധർണ നടത്തി. UDF നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. UDF മുട്ടം മണ്ഡലം ചെയർമാൻ അഗസ്റ്റിൻ കള്ളുകാട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PS ചന്ദ്രശേഖരപിള്ള, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു,
കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് തുടങ്ങി വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. സഹകരണ മേഖലയിലെ അഴിമതിക്കും അർബൻ ബാങ്കിലെ CPM കൊള്ളയ്ക്കുമെതിരെ മുട്ടം അർബൻ ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ UDF മുട്ടം ഇടവെട്ടി മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ ധർണ UDF നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. 10,000-കണക്കിന് സഹകാരികൾ ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തൊടുപുഴ താലൂക്കിലെ നിരവധി പ്രാഥമിക സഹകരണ സംഘങ്ങളും തൊടുപുഴ അർബൻ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. വ്യക്തികളെയും മറ്റ് പ്രാഥമിക സംഘങ്ങളെയും പ്രതിസന്ധിയിലാക്കിയ ബാങ്ക് ചെയർമാൻ ഉടൻ രാജിവെച്ച് ബാങ്ക് തുറക്കാനുള്ള അനുമതി റിസർവ് ബാങ്കിൽ നിന്നും നേടിയെടുക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ജോസി ജേക്കബ് പറഞ്ഞു. ബാങ്ക് അടച്ചുപൂട്ടുവാനുള്ള കാരണക്കാര് BJP ആണ്, അല്ലാതെ ബാങ്ക് കഴിഞ്ഞ 5 പതിറ്റാണ്ടായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന് ഈ ബാങ്കില് അഴിമതിക്ക് യാതൊരു പങ്കുമില്ല. ഇത് പൂട്ടിയത് BJP-ക്കാരാണ് ഇത് പൂട്ടിയതെന്നാണ് പറഞ്ഞത്. അവര് ഐക്യജനാധിപത്യ മുന്നണിയാണ് ഈ ബാങ്ക് പൂട്ടിയതെന്ന് പറയാൻ നമ്മുടെ ഭാഗ്യം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ CPM ഈ ബാങ്കിന്റെ അടച്ചുപൂട്ടലിനെതിരെ ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. എന്താണ് യഥാർത്ഥ സംഭവം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് RBIയുടെ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ പ്രകാരമാണ് പ്രവർത്തിച്ചു വരുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ അർബൻ ബാങ്കുകൾക്ക് കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോ റിസർവ് ബാങ്ക് കാലാകാലങ്ങളിൽ നടത്തുന്ന ഓഡിറ്റ് പ്രകാരം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് തൊടുപുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ വലിയ അഴിമതി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാങ്ക് പൂട്ടുവാനുള്ള നിർദ്ദേശം UDF മുട്ടം മണ്ഡലം ചെയർമാൻ അഗസ്റ്റിൻ കള്ളിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PS ചന്ദ്രശേഖരപിള്ള, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷേർലി അഗസ്റ്റിൻ, ബിൻസി മാർട്ടിൻ, UDF മുട്ടം മണ്ഡലം കൺവീനർ ബേബി വണ്ടനാനി, ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഭാഷ് AK, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ബിജു, മുട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് കടുത്തലക്കുന്നേൽ, മെമ്പർമാരായ മേഴ്സി ദേവസ്യ, അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ പൂച്ചക്കുഴി, ബിജോയ് ജോൺ, മാത്യു പാലംപറമ്പിൽ, മോളി, അസീസ്, മുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയൽ, ബോർഡ് അംഗങ്ങളായ NK അജി, ജെയിൻ മ്ലാക്കുഴി, സണ്ണി ചള്ളാവയൽ, ജോൺസൺ പ്ലാക്കുട്ടം, തുടങ്ങനാട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ടെനീഷ് ജോർജ്, ബോർഡ് അംഗം രഞ്ജിത്ത് മണപ്പുറം, കൃഷ്ണകുമാരി സുഗതൻ, നേതാക്കളായ ബേബി കാവാലം, അഷറഫ് ഇടവെട്ടി, മുഹമ്മദ് അൻഷാദ്, ഫരീദ് കാനാപ്പുറം, CH ഇബ്രാഹിംകുട്ടി, ജോസഫ് തൊട്ടിത്താഴം, ജോബി തീക്കുഴിവേലിൽ, ജിൻസൺ വടശ്ശേരി, ജിജി കുഴിയാനിക്കൽ, ദേവസ്യ ആരനോലിക്കൽ, രാജു പ്ലാക്കൂട്ടം, സജീവൻ ചെമ്പൻപുരയിടത്തിൽ, ബേബി ചെമ്പ്ലാവിൽ, ബേബി കുളത്തിനാൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുട്ടം. കുടയത്തൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഹലോ ഇംഗ്ലീഷ് പരിപാടിയുടെയും ഉദ്ഘാടനം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് വർഷ TR അധ്യക്ഷത വഹിച്ച യോഗം അർക്കുളം SCVLP സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ സരസമ്മ KN ഉദ്ഘാടനം ചെയ്തു. മോർക്കാട് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് അജിത T ഹലോ ഇംഗ്ലീഷ് പ്രോഗ്രാം ക്ലാസ് നയിച്ചു. കുടയത്തൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഹലോ ഇംഗ്ലീഷ് പരിപാടിയുടെയും ഉദ്ഘാടനം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് വർഷ TR അധ്യക്ഷത വഹിച്ച യോഗം അർക്കുളം SCVLP സ്കൂൾ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് സരസമ്മ KN ഉദ്ഘാടനം ചെയ്തു. മോർക്കാട് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് അജിത T ഹലോ ഇംഗ്ലീഷ് പ്രോഗ്രാം ക്ലാസ് നയിച്ചു. കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. വിദ്യാരംഗം കൺവീനർ സിബി K ജോർജ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് റീന VR നന്ദിയും പറഞ്ഞു. അധ്യാപകരായ സജിത PC, സിന്ധു AN, ബഷീറ UF എന്നിവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, കുടയത്തൂർ. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾക്കെതിരെ ഇടതുപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് UDF മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളിലും അഴിമതിയുണ്ടെന്നും ഇക്കാര്യം പ്രസിഡന്റുമായി ചർച്ച ചെയ്യുന്നതിനാണ് UDF അംഗങ്ങൾ പഞ്ചായത്തിൽ എത്തിയതെന്നും ഇതിൽ പ്രകോപിതരായാണ് CPMന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകളെത്തി പ്രശ്നമുണ്ടാക്കിയതെന്നും UDF നേതാക്കൾ പറഞ്ഞു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾക്കെതിരെ ഇടതുപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് UDF മണ്ഡലം കമ്മിറ്റി. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളിലും അഴിമതിയുണ്ടെന്നും ഇക്കാര്യം പ്രസിഡന്റുമായി ചർച്ച ചെയ്യുന്നതിനാണ് UDF അംഗങ്ങൾ പഞ്ചായത്തിൽ എത്തിയതെന്നും ഇതിൽ പ്രകോപിതരായാണ് CPMന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകളെത്തി പ്രശ്നം ഉണ്ടാക്കിയതെന്നും UDF വാത്തുകുടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇവർ നടത്തിയിട്ടുള്ള വലിയ അഴിമതി, ആ അഴിമതിയിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ അഴിമതി ആരോപണങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഗൂഢമായ ഒരു കുൽസിതമായ ശ്രമമാണ് ഈ LDF നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 15ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ LDFന്റെ ആളുകൾ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോക്കി നിൽക്കെ UDFന്റെ ആളുകൾ ഞങ്ങളെ ആക്രമിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. UDFന്റെ ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുമ്പോൾ പോലീസുകാർ നോക്കി നിന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളതും മാത്രമല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ പിണറായി വിജയനാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരം രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല എന്ന് മാത്രമല്ല LDFന്റെ മറ്റ് സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പോലും മുഖവിലക്കെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ വസ്തുത ഇതായിരിക്കെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഭീകരമായ അഴിമതി, ഈ അറവുശാലയുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിരിക്കുന്ന അഴിമതി, തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിലെ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള ഭീകരമായ തട്ടിപ്പുകൾ ജനശ്രദ്ധയിൽ നിന്ന് മാറ്റിവിടുവാനുണ്ടായ ഒരു കുൽസിത ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് ഇവരുടെ ഈ ആരോപണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. തോപ്രാംകുടി കേന്ദ്രീകരിച്ചുള്ള മാംസ വ്യാപാരശാല ലേലം ചെയ്യാതെ നടത്തുന്നതുമായി ബന്ധപ്പെട്ടും പഞ്ചായത്തിലെ 18 വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുമുള്ള ക്രമക്കേടുകളും അന്വേഷിക്കുന്നതിന് പകരം ഈ വിഷയങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്ത UDF പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ബലമായി പ്രസിഡന്റിനെ ക്യാബിനിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത CPMന്റെ നടപടികൾ അഴിമതികളെ മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണെന്നും UDF നേതാക്കൾ ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും UDF ഭാരവാഹികൾ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ, മറ്റ് UDF നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളുമായ ജോസ്മി ജോർജ്, ബിബിൻ എബ്രഹാം, പ്രദീപ് ജോർജ്, VA ഉലഹന്നാൻ, ബിജു വടക്കേക്കര, ഡിക്ലർക്ക് സെബാസ്റ്റ്യൻ, അനിൽ ബാലകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ടിപ്പെരിയാർ CHCയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന സമരത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചു. കോൺഗ്രസിലെ മുതിർന്ന നേതാവായ ഉമ്മൻ കറുപ്പുപാലം ഉമ്മൻചാണ്ടി അനുസ്മരിച്ചുകൊണ്ടുള്ള ഗാനം ആലപിച്ചതോടെയാണ് അനുസ്മരണ സമ്മേളനത്തിന് തുടക്കമായത്. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. ജനകീയനായ മുഖ്യമന്ത്രി, ജനകീയ നേതാവ്, കോൺഗ്രസിലെ നെടും തോണെന്നിങ്ങനെ പലതരം വിശേഷണങ്ങളാൽ വാക്കുകൾ കൊണ്ട് ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുത്ത നേതാവായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ വണ്ടിപ്പെരിയാർ CHCയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം ഉമ്മൻചാണ്ടി അനുസ്മരണത്തോടു കൂടിയാണ് ആരംഭിച്ചത്. കോൺഗ്രസിലെ മുതിർന്ന നേതാവായ ഉമ്മർ കറുപ്പുപാലം മുൻ മുഖ്യമന്ത്രിയെ സ്മരിച്ചുകൊണ്ടുള്ള ഗാനം ആലപിച്ചാണ് സമരത്തിനും ഒപ്പം അനുസ്മരണ യോഗത്തിനും തുടക്കം കുറിച്ചത്. ഡോക്ടർമാരെ നിയമിച്ചുവെങ്കിലും രാത്രികാല ഡോക്ടർ സേവനം, കിടത്തി ചികിത്സ എന്നിവ ഏർപ്പെടുത്താതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നും ദേശാഭിമാനി പത്രത്തിലൂടെ കോൺഗ്രസിന്റെ ജനകീയ സമരത്തെ അവഹേളിച്ച നേതാക്കൾ ആശുപത്രിയുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കാൻ തന്റെ ഇടം കാണിക്കണമെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാത്ത പക്ഷം തിങ്കളാഴ്ച മുതൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്നും DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. യോഗത്തിൽ KPW യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് M ഉദയസൂര്യൻ, പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KS സിദ്ദിഖ്, DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ്, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജൻ കുഴുമാക്കൽ, R ഗണേശൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി.
പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. DCC ജനറൽ സെക്രട്ടറി KP വർഗീസ്, ട്രഷറർ ഇന്ദു സുധാകരൻ, മണ്ഡലം പ്രസിഡന്റ് PU ഷാഹുൽ ഹമീദ്, UDF ചെയർമാൻ PM ഇല്യാസ്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി കളപ്പുര, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA, കരിമണ്ണൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ, ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, VD ജോസ്, PL ജോസ്, KM സുരേഷ്, അനീഷ് കിഴക്കൽ എന്നിവർ നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ മാതാവ് പൈങ്ങോട്ടൂർ ഏനാനിക്കൽ അഡ്വക്കേറ്റ് AM കുര്യാക്കോസിന്റെ ഭാര്യ റോസമ്മ നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ 19-ന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ന് വീട്ടിൽ ആരംഭിച്ച് കുളപ്പുറം കാൽവരിഗിരി പള്ളിയിൽ. മുരിക്കാശ്ശേരി കച്ചറിയിൽ കുടുംബാംഗമാണ്. മക്കൾ ജീൻ കുര്യാക്കോസ് ഓസ്ട്രേലിയ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, അഡ്വക്കേറ്റ് ഷീൻ കുര്യാക്കോസ്. മരുമക്കൾ രശ്മി ജീൻ കരിന്തോളിൽ വാഴക്കുളം, ഡോക്ടർ നീത പോൾ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി തൊടുപുഴ, മുഞ്ഞനാട്ട്, പുതുക്കാട്, തൃശൂർ. സുരമ്യ ജോൺ അധ്യാപിക ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ കലൂർ, പിച്ചാപ്പിള്ളി കലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികളോടെ നടത്തി. ഉമ്മൻചാണ്ടി കോളനിയിലും അനുസ്മരണം നടന്നു. അർക്കുളം പഞ്ചായത്തിലെ 6ാം വാർഡ് ജലന്ധറിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനാധിപത്യ സഖ്യ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. UDF കൺവെൻഷൻ UDF ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മകളും കരുതലും എന്ന പേരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. തൊടുപുഴ അർബൻ ബാങ്കിലെ CPM അഴിമതികൾക്കെതിരെ മുട്ടം അർബൻ ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ UDF, മുട്ടം, ഇടവെട്ടി മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ധർണ നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ മാതാവ് പൈങ്ങോട്ടൂർ ഏനാനിക്കൽ അഡ്വക്കേറ്റ് AM കുര്യാക്കോസിന്റെ ഭാര്യ റോസമ്മ നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.